ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ഇന്ന് നിങ്ങളടുത്ത് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്രതീക്ഷിതമായിട്ട് ലക്സംബർഗിലേക്ക് വന്നപ്പോൾ മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത്. ഇന്നിതാ ഒരു കൊല്ലം കഴിഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ ചാനൽ. തുടങ്ങുമ്പോൾ ഞാൻ സ്വപ്നത്തു കൂടെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും സബ്സ്ക്രൈബേഴ്സും വ്യൂസും എന്റെ ചാനലിൽ തേടി വരും എന്നുള്ളത്. ഇത്രയും കാലം എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു പറഞ്ഞു നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ വിതൗട്ട് മച്ച് ഇൻട്രൊഡക്ഷൻ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോഴാണ് ഈയിടെ എന്റെ കമന്റ് സെക്ഷനിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ലക്സംബർഗിലേക്ക് ഈ വിസ കൊടുക്കുന്നു എന്ന് കേൾക്കുന്നത് ശരിയാണോ? 3 ദിവസമാണ് അവര് പറയുന്ന സമയം. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ സീരിയസ് ആയിട്ട് അന്വേഷിക്കണം. ഞാൻ ചാനൽ തുടങ്ങിയ സമയം തൊട്ടിട്ട് തന്നെ ലക്സംബർഗിലേക്ക് ജോലി ഓഫർ ചെയ്യുന്ന ഏജൻസീസിന്റെ ജെനുവിനിറ്റിനെ പറ്റിയിട്ടും ഈ വിസേനെ പറ്റിയിട്ടൊക്കെ കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ അത്രയും വിശ്വസിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജെനുവൻ ആയിട്ടുള്ള ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് എന്റെ ചാനൽ കാണുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനും തരണം എന്ന് ഞാൻ വിചാരിച്ചു. സോ ഞാൻ എന്റേതായ രീതിയിൽ കുറച്ച് റിസർച്ച് നടത്തി. അപ്പോഴാണ് കുറച്ച് വെബ്സൈറ്റുകളും അതേപോലെ തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന വളരെ ക്രിട്ടിക്കൽ ആയിട്ടും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഗവൺമെന്റ് വെബ്സൈറ്റിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഞാനിപ്പോ റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലക്സംബർഗ് ഗവൺമെന്റിന്റെ തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ്. ഇതിലൊരു സെക്ഷൻ ഉണ്ട്, വിസ ആൻഡ് എമിഗ്രേഷൻ ടു ലക്സംബർഗ്. ആദ്യത്തെ ടോപ്പിക് ഇവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിസ ഫ്രോഡ് അലേർട്ട്. ദ എംബസി ഓഫ് ലക്സംബർഗ് വിഷസ് ടു ഇൻഫോം all visa applicants of the existence of scam websites and so-called agents pretending to sell legitimate long-term national visas for employment in Luxembourg. ലക്സംബർഗിലേക്ക് ലോങ് ടേം വിസ, അതായത് എംപ്ലോയ്മെന്റ് വിസ പ്രൊവൈഡ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് സ്കാം വെബ്സൈറ്റുകളും സോ കോൾഡ് ഏജന്റുകളും ഉണ്ട്. അതൊക്കെ ഫ്രോഡാണ് എന്നാണ് ഈ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമുക്ക് പറഞ്ഞിരുന്നത്. ഇതിൽ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ലക്സംബർഗ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിലേക്ക് ഈ വിസ അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഒരു ഏജന്റിന്റെ കൂടെയും കോപ്പറേറ്റ് ചെയ്യുന്നില്ല ഈ വിസയൊക്കെ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ ചോദിച്ച ഒരു ക്വസ്റ്റ്യന് ആൻസർ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത്രയും കാലം എനിക്കും ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് പേഴ്സണലി ഒരു ഏജന്റ് വഴി ലക്സംബർഗിലേക്ക് ജോലിക്ക് വന്ന ഒരാളെയും എനിക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ ഞാനിവിടെ വന്നിട്ട് കുറച്ച് കാലേ ആയിട്ടുള്ളൂ. സോ എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ വെറുതെ റോങ് ഇൻഫർമേഷൻ തരുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എപ്പോൾ ഏജൻസിനെ പറ്റി ചോദിക്കുമ്പോഴും ഞാൻ എനിക്ക് ജെനുവൻ ആയിട്ടുള്ള ഏജൻസി അറിയില്ല, ഏജന്റ് അറിയില്ല എന്നൊക്കെ പറയാറ്. പക്ഷെ ഈ വെബ്സൈറ്റിലെ ഇൻഫർമേഷൻ കണ്ടപ്പോൾ കുറച്ച് ഷോക്കിംഗ് ആയിപ്പോയി. ഒരുപാട് ആൾക്കാർ എന്റെ കമന്റ് സെക്ഷനിലും വന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ഏജൻസിക്ക് ഇത്ര രൂപ കൊടുത്തു, ഇപ്പൊ വെയിറ്റിംഗ് ആണ്, ഇപ്പൊ കുറച്ച് ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ. സോ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ പറയുന്നുണ്ട്, ലക്സംബർഗ് ഗവൺമെന്റ് ഒരു ഏജന്റ് ആയിട്ടോ ഒരു ഏജൻസി ആയിട്ടോ ഒരു ടൈപ്പും ഇല്ല, കോർപ്പറേറ്റ് ചെയ്തിട്ടല്ല അവർ ഈ വിസ ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത്. അതേപോലെ ലക്സംബർഗ് എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് ഈ വിസ അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പിന്നെ ഈ വിസ പ്രോസസ്സിംഗ് ഒക്കെ ഏത് വഴിയാണ് നടക്കുന്നതെന്നുള്ളത്. അതും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഷോർട്ട് ടേം വിസ ആണെന്നുണ്ടെങ്കിലും ലോങ് ടേം വിസ ആണെന്നുണ്ടെങ്കിലും എക്സ്റ്റേണൽ സർവീസ് പ്രൊവൈഡർ ആയ VFS ഗ്ലോബൽ വഴി മാത്രമേ ഈ വിസയും ഇഷ്യൂവൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൂ. പിന്നീട് അവര് VFS ഗ്ലോബലിന്റെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനിയിപ്പോ അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കൺസുലേറ്റിനെ നിങ്ങൾക്ക് ഇമെയിൽ വഴി കോൺടാക്ട് ചെയ്യാനുള്ള ഇമെയിൽ ഐഡിയും കൊടുത്തിട്ടുണ്ട്. ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് ദ കോൺസുലേറ്റ് എന്നാണ് അവർ പറയുന്നത് വയ ഇമെയിൽ. അതേപോലെ തന്നെ ഫോൺ നമ്പറും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. സോ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. കാര്യമായിട്ട് കുറയൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുള്ളൂ. അതേപോലെ തന്നെ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ പറയുന്ന പോലെ 5 ദിവസത്തിനുള്ളിൽ വിസ, ലേബർ ഷോർട്ടേജ് ഉള്ള ലക്സംബർഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റീൽസും ഷോർട്സും യൂട്യൂബ് വീഡിയോസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ 2-3 ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളിത് കാണുന്നതും അതായത് എൻ്റെ വീഡിയോ കാണുന്നതും യൂട്യൂബിൽ തന്നെയാണ്, സോ അതിലും എത്രത്തോളം ജെനുവിനിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇതിൽ ഇവർ പറയുന്നുണ്ട്, ഓൺലി ട്രസ്റ്റ് ഒഫീഷ്യൽ സോഴ്സസ് അബൌട്ട് എമിഗ്രേഷൻ ടു ലക്സംബർഗ്. ഞാനും പറയുന്ന കാര്യങ്ങൾ അത് തന്നെയാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്യുക. പിന്നെ ഞാൻ ഇതുവരെ ഒരു ഏജൻസി, ഏജന്റ് ഒന്നും ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവർ പറയുന്നുണ്ട്, beware of information on social media platforms.
വീഡിയോസ്, റീൽസ്, ബ്ലോഗ്സ്. only trust official sources about emigration to Luxembourg. ഫേക്ക് ആയിട്ട് യൂട്യൂബ് വീഡിയോസും ഷോർട്സും റീൽസും ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു പണി വരാനിരിക്കുന്നുണ്ട്. ഇതിൽ പറയുന്നുണ്ട്, എംബസി ഓഫ് ലക്സംബർഗ് ഹാസ് ബീൻ മോണിറ്ററിംഗ് സോഷ്യൽ മീഡിയ കണ്ടന്റ് ദാറ്റ് ഗിവ്സ് ഔട്ട് ഫാൾസ് ഇൻഫർമേഷൻ അബൌട്ട് വിസ പ്രൊസീജിയേഴ്സ് ആസ് വെൽ ആസ് അബൌട്ട് ദ ടൈം ലൈൻസ് ഫോർ വർക്ക് പെർമിറ്റ് ആപ്ലിക്കേഷൻ ആൻഡ് വിസ പ്രോസസിംഗ്. ഒരു എക്സാമ്പിൾ പറയാണ്, ലക്സംബർഗിൽ ജോബ് സീക്കർ വിസ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇല്ല. അതേപോലെ തന്നെ ഒരു വർക്ക് പെർമിറ്റും 5 ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടാനും പോകുന്നില്ല. അതിന്റെ കൂടെ തന്നെ ഇവർ പറയുന്ന ഒരു കാര്യം, ഒരു അഡ്വാൻസ് ഗ്യാരണ്ടിയും ഇല്ല നമുക്ക് ഈ വിസ കിട്ടും എന്നുള്ളത് വരെ. എല്ലാതും VFS ഗ്ലോബൽ വഴിയാണ് നടക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടെ ഇവർ പറയുന്നുണ്ട് ഒരു അഡ്വാൻസ് ഗ്യാരണ്ടിയും തരാൻ പറ്റില്ല, നിങ്ങൾക്ക് വിസ കിട്ടും എന്നുള്ളത്. സോ 5 ദിവസത്തിനുള്ളിലുള്ള വർക്ക് പെർമിറ്റും നിങ്ങൾക്ക് കിട്ടില്ല. അതേപോലെ തന്നെ ജോബ് സീക്കർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയും ഇല്ല. തെറ്റായ ഇൻഫർമേഷൻ ആണ് ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത്രയും ഓപ്പൺ അപ്പ് ആയിട്ട് പറയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെബ്സൈറ്റിൽ, ഇത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്, ഇതിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ ആണ്. പിന്നെ വിസ ഫീസിനെ പറ്റിയിട്ടും അവർ പറയുന്നുണ്ട്. ഈ വിസയ്ക്ക് വേണ്ടിയിട്ട് എത്ര എമൗണ്ട് ആവും എന്നുള്ളതും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതായത് VFSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഉണ്ടാവും ഇങ്ങോട്ട് വരാനുള്ള വിസ ഫീസ് എത്രയായിരിക്കും എന്നുള്ളത്. സോ അത് മാത്രം ട്രസ്റ്റ് ചെയ്യാം. അതിപ്പോ VFSലായിക്കോട്ടെ എംബസിയിലായിക്കോട്ടെ ഓത്തറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫിന് മാത്രമേ നിങ്ങൾക്ക് ഈ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്യാനും പറ്റും. പിന്നെ ഇവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും കോൺസുലേറ്റിനെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. ഒരു ഹെസിറ്റേഷന്റെ ആവശ്യമില്ല. ഇമെയിൽ ID പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, എപ്പോഴാണ് വിളിക്കേണ്ടത്, എപ്പോഴാണ് വർക്കിംഗ് അവേഴ്സ് എന്നൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തൊട്ട് പറയുന്ന പോലെ തന്നെ എല്ലാ ഇൻഫർമേഷനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത്രയും കാലം എനിക്ക് അങ്ങനെ ഒരു ഏജൻസീസിനെ പറ്റിയിട്ട്, ഒരു ജെനുവിനിറ്റിനെ പറ്റിയിട്ടൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണുന്ന ആരും തന്നെ ഏജന്റ് വഴിയോ ഏജൻസി വഴിയോ ഒന്നും വന്നതല്ല. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് ആരെങ്കിലും, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ലക്സംബർഗിൽ ഏജന്റ് വഴിയോ ഏജൻസി വഴിയോ ഒക്കെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അതെന്തായാലും വേറുള്ളവർക്ക് ഉപകാരം തന്നെയായിരിക്കും. പക്ഷെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷനൊക്കെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവർ പറഞ്ഞിരിക്കുന്നതാണ്. അതിൽ അവർ പറയുന്നുണ്ട്, ഒരുപാട് തട്ടിപ്പ് വെബ്സൈറ്റ് ഉണ്ട്, ഫേക്ക് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് സോ കോൾ ഏജന്റുകൾ ഉണ്ട് ഇങ്ങോട്ട് ലോങ് ടേം ജോബ് വിസ തരാന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ലക്സംബർഗിൽ ജോബ് സീക്കർ കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് ഒരു വിസ ഇല്ല. പിന്നെ പോരാത്തതിന് 5 ദിവസത്തിനുള്ളിൽ വർക്ക് പെർമിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല. ഏതൊരു രാജ്യത്തിലേക്കും പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓഫർ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഏജൻസി വഴിയാണ് നിങ്ങൾക്ക് ആ ഒരു ഓഫർ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ ഏജൻസീസിനെ പറ്റിയിട്ടൊന്ന് അന്വേഷിക്കാം. ഗൂഗിളൊക്കെ ഉള്ള കാലല്ലേ, റിവ്യൂസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഞാനിത് പറയാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിസയെ പറ്റിയിട്ട് ഒരാൾ ചോദിച്ച് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ടിട്ടാണ് ഇതിനെ പറ്റിയിട്ട് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അറിയാൻ പറ്റിയ കാര്യം, ഒരുപാട് ആൾക്കാരുടെ കാശ് ഇങ്ങനെ ഇതിലൊക്കെ പെട്ടിട്ട് ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടെന്നാണ്. സോ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് എത്രത്തോളം പ്രശ്നമാവും എന്നുള്ളത് എനിക്കറിയില്ല. ഏത് രാജ്യത്തേക്കും നിങ്ങൾക്ക് പോകാൻ ഒരു ഓഫർ കിട്ടിയിട്ടുണ്ട്, അത് ഏജൻസി വഴിയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ആ ഓഫറിന്റെ ജെനുവിനിറ്റിനെക്കാട്ടും കൂടുതൽ ആ ഏജൻസീസിനെ പറ്റിയിട്ടാണ്. ഞാനിത് പറയാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, 1-2 ഏജൻസീസിന്റെ പേരൊക്കെ ഞാൻ ഏതാന്ന് ഇപ്പൊ എടുത്തു പറയുന്നില്ല, ഈ പറഞ്ഞ പോലെ കമന്റ് സെക്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. പറഞ്ഞത് എന്തായാലും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് എമൗണ്ട് കൊടുത്തു, അതിനുശേഷം ഇപ്പൊ ഇങ്ങനെ നീട്ടി വലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള പോലെയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ വെറുതെ ആ ഒരു ഏജൻസിന്റെ പേര് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഗൂഗിൾ ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് അറിയാൻ പറ്റിയത്. ആ ഒരു ഏജൻസി നടത്തിയ ഫ്രോഡുകൾ, അതായത് ഫ്രോഡിൽ പെട്ട ആൾക്കാർ മാത്രമായിട്ടൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ലീഗലായിട്ട് മൂവ് ചെയ്യണം, അങ്ങനെ എങ്ങനെ ഓരോരുത്തരും അവരുടെ അനുഭവം പറഞ്ഞുകൊണ്ട് ഒരുപാട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് നെഗറ്റീവ് ഗൂഗിൾ റിവ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സോ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിറ്റുപറക്കി ഉണ്ടാക്കിയ കാശായിക്കോട്ടെ, കടം വാങ്ങിച്ച കാശായിക്കോട്ടെ, ഇങ്ങനത്തെ തട്ടിപ്പിലൊന്നും ചെന്ന് വീഴാതിരിക്കുക. ഒരുപാട് കഷ്ടപ്പാടും ആഗ്രഹവും അതേപോലെ ഒരു നിവർത്തിയും ഇല്ലാണ്ടാണ് എന്ത് ജോലി കിട്ടിയാലും കുഴപ്പമില്ല, എത്ര കാശ് ഒപ്പിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ആർക്ക് കാശ് കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ഇങ്ങനത്തെ രാജ്യങ്ങളിലേക്കൊക്കെ എത്തിയാൽ മതി എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ സത്യം തന്നെയാണ്, അങ്ങനത്തെ ഒരു നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ കുടുംബം രക്ഷപ്പെടും, സ്വന്തം രക്ഷപ്പെടും, എല്ലാം നല്ല തന്നെയാണ്. പക്ഷെ അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് കാശ് കൊടുത്തു, അത് നഷ്ടത്തിലായി, നിങ്ങൾ പറ്റിക്കപ്പെട്ടു എന്നുള്ളൊരവസ്ഥ അതിനെക്കാട്ടും മോശമാണ്. സോ ഏതൊരാൾക്കും കാശ് കൊടുക്കുന്നതിന്റെ മുന്നേ അന്വേഷിക്കുക അത് ജെന്യുവൻ ആയിട്ടുള്ളൊരു കാര്യമാണോ. അതേപോലെ തന്നെ ഒരു ഓഫർ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
ആ ഓഫർ വഴി ഇതിന് മുന്നേ ഇവിടെ എത്തിയ ആൾക്കാരൊന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പോലെയും ചോദിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. പിന്നെ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇത്രയും കാലം എനിക്ക് ഇതിനെ പറ്റിയിട്ട് അറിയണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇ വിസേനെ പറ്റിയിട്ടുള്ള ഒരു കമന്റ് ഒരു നിമിത്തമായിട്ട് വന്നപ്പോഴാണ് ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാനും ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യണം, അത് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വേണം, നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാൻ പറ്റുന്ന തെളിവുകളോടെ ഉള്ള ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടിയിട്ടേ ഞാൻ ഈ വീഡിയോ ചെയ്യൂ എന്ന് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. സോ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിനി ഭാവിയിൽ എന്തൊക്കെ പ്രശ്നമാവും എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും എനിക്കറിയില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ കാരണം കുറച്ച് ആൾക്കാരെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനി ഏജൻസീസിനെ പറ്റിയിട്ടും ഇങ്ങനെ ഒരു ജോബ് ഓഫർ പറ്റിയിട്ടും ഒക്കെ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നതിന്റെ മുന്നേ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറിയിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒന്ന് ചെക്ക് ചെയ്യുക. ഇനിയിപ്പോൾ അതൊന്നുമില്ല, ഒരു ഓഫർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരെ പറ്റിയിട്ട് ആദ്യം ഗൂഗിൾ ചെയ്ത് നോക്കുക. പിന്നെ എംബസി വെബ്സൈറ്റിൽ വന്ന ഒരു കൺഫർമേഷനെക്കാട്ടും വലിയൊരു കൺഫർമേഷൻ ഒന്നും ആർക്കും തരാൻ പറ്റില്ല. പിന്നെ വെറുതെ പറ്റിക്കപ്പെടാനായിട്ട് അവസ്ഥ കാരണമാണെന്നുണ്ടെങ്കിൽ കൂടെ നോക്കി നോക്കാം, അങ്ങനെ പറ്റിക്കപ്പെടാനായിട്ട് നിന്ന് കൊടുക്കാതിരിക്കാം. ഇതൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണെന്നുണ്ടെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ട് മതി ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ കാശ് കൊണ്ടുവരുന്നത്. ലക്സംബർഗിൽ ഇതിനെ പറ്റിയിട്ടൊക്കെ വീഡിയോ ചെയ്യുന്ന വളരെ കുറച്ച് ചാനലുകളേ ഉള്ളൂ. അതിൽ കുറച്ച് ആൾക്കാർ വിശ്വസിച്ച് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരോടൊക്കെ കാണിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ വാല്യൂബിൾ ആയിട്ടുള്ള കമന്റ്സും എനിക്ക് ആവശ്യമാണ്. സജഷൻസ്, ഫീഡ്ബാക്സ് എന്തുണ്ടെന്നുണ്ടെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കാം. ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതേപോലെ ജോലിനെ പറ്റിയിട്ടും ഒരു പോയിന്റ് ഓഫ് കോൺടാക്ട് എന്നുള്ള പോലെ ആൾക്കാർ എൻ്റെ ചാനൽ വന്ന് കാണും എന്നുള്ളത്. ഈ കണ്ടന്റും സത്യം പറയാലോ കമന്റ് സെക്ഷനിൽ എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. സോ എന്തായാലും നിങ്ങളെ വാല്യൂബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്കും സജഷൻസും ഒക്കെ ഇനിയും എനിക്ക് ആവശ്യമാണ്. പിന്നെ ഇതേപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് കമന്റ് ബോക്സിൽ പിങ് ചെയ്യുക. ഒരു പക്ഷേ എനിക്ക് റിപ്ലൈ ചെയ്യാൻ വേണ്ട വിധ ഇൻഫർമേഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ കൂടെ ഈ കമന്റ് കാണുന്ന ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എന്തായാലും അവർക്കും കമന്റ് ചെയ്യാൻ പറ്റും. സോ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.